ചില സ്ഥലങ്ങൾ കണ്ടാൽ മാത്രം മതിയാകില്ല, അവയെ അനുഭവിച്ചറിയണം. അത്തരത്തിലൊരു പ്രകൃതി വിസ്മയത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും അതിർത്തി പങ്കിടുന്ന കക്കാടുംപൊയിലിലെ പശ്ചിമഘട്ട പച്ചപ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട്, കോഴിപ്പാറ വാട്ടർഫാൾസ്. വളഞ്ഞു പുളഞ്ഞ മലമ്പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആദ്യം നമ്മെ വരവേൽക്കുന്നത് തണുത്ത കാറ്റും പക്ഷികളുടെ ശബ്ദവുമാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ ദൂരെ നിന്ന് കേൾക്കുന്ന വെള്ളത്തിൻ്റെ ഗർജനം നമ്മെ ഈ പ്രകൃതി വിസ്മയത്തിലേക്ക് നയിക്കുന്നു. വലിയ പാറക്കെട്ടുകളിലൂടെ വെളുത്ത നുരകൾ തീർത്ത് താഴേക്ക് പതിക്കുന്ന വെള്ളം, അതിനെ ചുറ്റിപ്പറ്റിയ പച്ചപ്പ്, ഇതെല്ലാം ചേർന്നപ്പോൾ പ്രകൃതി തന്നെ വരച്ച ഒരു ചിത്രത്തിനുള്ളിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നുക. കോഴിപ്പാറ എന്ന പേരിന് പിന്നിൽ കോഴിയുടെ പുറം തിരിഞ്ഞുള്ള രൂപമുള്ള പാറകളാണെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്ന ഒരു വിശ്വാസം. ഇതിന് ഔദ്യോഗിക തെളിവില്ലെങ്കിലും ഈ കഥ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക കൗതുകം നൽകുന്നു. മഴക്കാലത്താണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ കാണപ്പെടുന്നത്. പക്ഷെ അതോടൊപ്പം പാറകൾ നല്ല വഴുക്കലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമാകുകയും ചെയ്യും. അതിനാൽ സാഹസികതയ്ക്കൊപ്പം സുരക്ഷയും ഒരേപോലെ പ്രധാനമാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഒരു കാര്യം മാത്രം ഓർക്കുക, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു സമ്മാനമാണ്. അത് മലിനമാക്കാതെ അതിൻ്റെ ഭംഗി അടുത്ത തലമുറയ്ക്കും കൈമാറുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. കോഴിക്കോട് മലപ്പുറം പ്രകൃതി സൗന്ദര്യം തേടി യാത്ര ചെയ്യുന്നവർക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ലക്ഷ്യസ്ഥാനമാണ് കക്കാടുംപൊയിലെ മലനിരകളും കോഴിപ്പാറ വെള്ളച്ചാട്ടവും. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. കക്കാടുംപൊയിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് മനസ്സിനെ കീഴടക്കും. വളവുകൾ തീർത്ത മലമ്പാതകളും തണുത്ത കാറ്റും ഓരോ നിമിഷവും യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. എത്തിച്ചേരാനുള്ള റോഡുകൾ പലയിടത്തും ദുർഘടം പിടിച്ചതാണ്. ചിലയിടങ്ങളിൽ റോഡിൻ്റെ സൈഡിലുള്ള പണികളെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ അതെല്ലാം മാറി നല്ലൊരു യാത്രാ സൗകര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസമയം ഇവിടെ നിശബ്ദമായി നിന്നാൽ ഒരു കാര്യം മനസ്സിലാകും, പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ സംഗീതം സൃഷ്ടിക്കുന്നത് മനുഷ്യരല്ല, മറിച്ച് ഒഴുകുന്ന വെള്ളവും വീശുന്ന കാറ്റും പാടുന്ന പക്ഷികളുമാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഈ മഴക്കാലത്ത് തന്നെ വരുന്നതായിരിക്കും നല്ലത്. വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈഫ് ഗാർഡിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു മനോഹര കാഴ്ചയിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. കക്കാടുംപൊയിലെ തന്നെ കുരിശുമല. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും തണുത്ത കാറ്റും കോടയുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഓരോ യാത്രയും ഓരോരോ അനുഭവങ്ങളാണ് നൽകുന്നത്. ഇന്ന് പ്രകൃതി കൂട്ടിക്കൊണ്ടുപോകുന്നത് മലകളുടെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കോട നിറഞ്ഞ വ്യൂ പോയിന്റിലേക്കാണ്. പക്ഷേ ഒട്ടും കാഴ്ച വിസിബിളല്ല, നല്ല കോടയാണ് ഇവിടെ. ഈ കോട നിറഞ്ഞ സൗന്ദര്യം കാണാൻ മഴക്കാലത്ത് തന്നെ ഇവിടെ വരണം, എന്നാലാണ് ആ ഭംഗി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. താഴെ റോഡിൽ നിന്നും നടന്നിട്ട് വേണമെങ്കിലും വരാം. അതല്ല പകുതി വരെ ജീപ്പ് സർവീസും ഇവിടെ ഉണ്ട്. മലയുടെ താഴ്വാരം വരെ ജീപ്പ് സർവീസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് മല നമ്മൾ തന്നെ കയറണം. നമ്മൾ കയറിയപ്പോൾ മുതൽ താഴ്വാരം മുതലേ നല്ല കോടയായിരുന്നു. നല്ല പോലെ ഒരു വീഡിയോ പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കോട പലയിടങ്ങളിലേക്ക് മാറുമ്പോഴാണ് കുറച്ചെങ്കിലും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞത് ചില കാഴ്ചകൾ മാത്രമാണ്. എന്നാൽ ഇവിടെ അനുഭവിക്കുന്ന ശാന്തിയും സന്തോഷവും നേരിട്ടെത്തിയാൽ മാത്രമേ പൂർണ്ണമായി അറിയാൻ കഴിയൂ. യാത്രകൾ പുതിയ സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല, മനസ്സിനെ ഒന്ന് പുതുക്കുവാനും പ്രകൃതിയോട് കൂടുതൽ അടുക്കുവാനുമാണ്. അങ്ങനെ ഒരു അനുഭവം സമ്മാനിക്കുന്ന സ്ഥലമാണ് കക്കാടുംപൊയിൽ. ഈ യാത്ര നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കൂ. ഇനിയും കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നമ്മളോടൊപ്പം യാത്ര ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. അതുവരെ യാത്ര തുടരട്ടെ.